വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കോക്രോച്ച് പാർട്ടിയുടെ തലസ്ഥാനം ഇളക്കിയുള്ള സമരത്തിൽ BJP മൂക്കും കുത്തി വീണിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംരക്ഷിച്ചു നിർത്തിയ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ സമരം താൽക്കാലികമായി അവസാനിച്ചു കഴിഞ്ഞു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു സമരത്തിന് കൂടി അരങ്ങൊരുങ്ങി കഴിഞ്ഞു. കേന്ദ്രമന്ത്രിസഭയിലെ മൂന്നാമൻ നിതിൻ ഗഡ്കരിയെ താഴെ ഇറക്കുമെന്ന് ചൂണ്ടിക്കാട്ടി സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും തലസ്ഥാനം ശ്രദ്ധാകേന്ദ്രമാണ്. നിതിൻ ഗഡ്കരിയെ പൂട്ടുമെന്ന് ചൂണ്ടിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന ക്യാമ്പയിൻ കേന്ദ്ര സർക്കാരിനെയും BJPയെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. യുവാക്കളുടെ മുന്നേറ്റത്തിന്റെ ചൂടറിഞ്ഞ കേന്ദ്ര സർക്കാർ ഇനി മുതൽ ഒരു നീക്കവും ചെറുതായി കാണില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പുതിയ ക്യാമ്പയിൻ BJP സർക്കാർ മുളയിലെ നുള്ളാനുള്ള നീക്കമാണ് നടത്തുന്നത്. 100% ശുദ്ധമായ പെട്രോൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഇന്ധന ഉപഭോക്താക്കൾക്ക് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് E20 ജനതാ പാർട്ടി എന്ന പേരിൽ പുതിയ മുന്നേറ്റം സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. പെട്രോളിൽ ഉയർന്ന അളവിൽ എഥനോൾ കലർത്തുന്ന നിലവിലെ കേന്ദ്ര നയത്തിനെതിരെയാണ് അവരുടെ പ്രതിഷേധം. ഞങ്ങളുടെ വാഹനങ്ങളുടെ ഫ്യൂവൽ ടാങ്കിൽ എന്തൊഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണാവകാശം ഉപഭോക്താവിനായിരിക്കണമെന്നതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാകുമെന്നാണ് സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ വ്യക്തമാക്കുന്നത്. 20% എഥനോൾ ചേർത്ത E20 പെട്രോൾ വിതരണത്തിനെതിരെ രാജ്യതലസ്ഥാനത്തും വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. വാഹനങ്ങൾക്കുണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ, മൈലേജ് കുറയൽ, കൂടിയ അറ്റകുറ്റപ്പണിച്ചെലവ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് വാഹന ഉടമകളും ടാക്സി ട്രാൻസ്പോർട്ട് സംഘടനകളും രംഗത്തുള്ളത്. ഡൽഹി ടാക്സി ആൻഡ് ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 4 പാർലമെന്റിലേക്ക് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ എഥനോൾ ചേർത്ത E20 പെട്രോൾ സുരക്ഷിതവും പരിസ്ഥിതി സൗഹൃദവും സാങ്കേതികമായി പുരോഗമിച്ചതുമാണെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം. അവരതിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മറ്റൊരു മൂവ്മെന്റിന് കൂടി രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. നിതിൻ ഗഡ്കരിയുടെ മകന്റെ കമ്പനിക്ക് കൊള്ളലാഭം ചെയ്യുന്നതിനുള്ള നീക്കമാണ് ഇതെന്ന വാദം തുടക്കം മുതൽ ഉയർന്നിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച CJPയുടെ ജന്തർ മന്ദറിലെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഇതിനു പിന്നാലെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ ലക്ഷ്യമിട്ടാണ് E20 ജനതാ പാർട്ടിയുടെ നീക്കം. എഥനോൾ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിയായ സിയാൻ അഗ്രോയുടെ നേതൃസ്ഥാനത്തുള്ളത് നിതിൻ ഗഡ്കരിയുടെ മകൻ നിഖിൽ ഗഡ്കരിയാണ്. മന്ത്രി പോളിസി ഉണ്ടാക്കുകയും മക്കൾ ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷം ശക്തമായി രംഗത്തുണ്ട്. പെട്രോളിൽ എഥനോൾ ചേർക്കാനുള്ള നയം തുടങ്ങുമ്പോൾ 40 രൂപയായിരുന്ന സിയാൻ അഗ്രോ കമ്പനിയുടെ ഓഹരി വില 1.5 വർഷം കൊണ്ട് കുതിച്ച് 3600 രൂപയിലേക്ക് എത്തിയതും ഈ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഈ കൊള്ളയ്ക്ക് പിന്നിൽ ഗഡ്കരിയാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള പ്രക്ഷോഭം തെരുവിലേക്ക് കൂടി വ്യാപിച്ചാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളിയാകും.